2 പതിറ്റാണ്ടിന് ശേഷം ഓസ്ട്രേലിയയിൽ ഭരണ തുടർച്ച നേടുന്ന പ്രധാനമന്ത്രിയായി ആന്റണി ആൽബനീസ് 150 അംഗ പ്രതിനിധി സഭയിൽ 86 സീറ്റുകൾ നേടിയാണ് ലേബർ പാർട്ടി ഭരണം ഉറപ്പിച്ചത്. എതിർകക്ഷിയായ പീറ്റർ ഡ്യൂഡിന് 40 സീറ്റുകൾ മാത്രമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ബാലറ്റ് വോട്ടുകൾ ഇനിയും എണ്ണാൻ ബാക്കി നിൽക്കെയാണ് വിജയം ഉറപ്പിച്ചത്. ആന്റണി ആൽബനീസിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചു. 2004 ജോൺ ഹോവർഡിന് ശേഷം ആദ്യമായാണ് ഓസ്ട്രേലിയയിൽ ഒരു പ്രധാനമന്ത്രി ഭരണ തുടർച്ച നേടുന്നത്. 30 വർഷമായി ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമാണ് ആന്റണി ആൽബനീസ്. പണപ്പെരുപ്പവും യുഎസിന്റെ തീരുവ യുദ്ധവും ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായിരുന്നു. ആഗോള അനിശ്ചിതാവസ്ഥയ്ക്കിടയിലും ഓസ്ട്രേലിയയുടെ സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളെ സ്ഥിരതയോടെ നിലനിർത്താനായതാണ് ആൽബനീസിനെ തുളച്ചത്. 2002 നടന്ന തിരഞ്ഞെടുപ്പിൽ 77 സീറ്റുകൾ നേടിയായിരുന്നു ആൽബനീസ് വിജയിച്ചത്. ഇത്തവണ നിർണായകമായിരുന്ന യുവജനതയുടെ പിന്തുണയും ആൽബനീസിന് ആർജിക്കാൻ കഴിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. ജനങ്ങളുടെ പ്രതീക്ഷ വിഫലമാകില്ലെന്ന് വിജയപ്രസംഗത്തിൽ ആന്റണി ആൽബനീസ് ഉറപ്പു നൽകി. And it is with a deep sense of humility and a profound sense of responsibility that the first thing that I do tonight is to say thank you to the people of Australia for the chance to continue to serve the best nation on earth. And I acknowledge the traditional owners of the land on which ആന്റണി ആൽബനീസിന്റെ ഭരണവീഴ്ച ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിപക്ഷമായ കൺസർവേറ്റീവ് ലിബറൽ ദേശീയ സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ പീറ്റർ ഡ്യൂഡൻ അറിയിച്ചു. 40 സീറ്റുകൾ മാത്രമാണ് പ്രതിപക്ഷത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ആൽബനീസിന്റെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. ഇന്ത്യയും ഓസ്ട്രേലിയയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുമിച്ചുള്ള പ്രയത്നം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.